MT പറഞ്ഞത് എന്താണ്? അധികാരത്തെക്കുറിച്ചായിരുന്നു പ്രസ്താവന. അധികാരം സർവാധിപത്യമാകുന്നതിനെക്കുറിച്ച്, അതിനു പുറമെ നേതൃപൂജയെക്കുറിച്ച്, തെറ്റുകൾ പറ്റിയാൽ തിരുത്താത്ത പ്രവണതയെക്കുറിച്ച്. ഈ വിമർശനം മുഖ്യമന്ത്രിയെക്കുറിച്ചാണോ എന്നതാണ് അടുത്ത ചോദ്യം. ആണെന്ന് കരുതുന്നവരാണ് കൂടുതലും. അമിതാധികാര പ്രയോഗത്തിൻ്റെയും നേതൃപൂജയുടെയും തെറ്റുകൾ തിരുത്താത്തതിൻ്റെയും പേരിൽ വിമർശനം നേരിടുന്നയാളാണ് മുഖ്യമന്ത്രി എന്നതാണ് അങ്ങനെ കരുതാൻ കാരണം. ഇടതുപക്ഷത്തെ മാത്രം ഈ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചത് ഇടതുപക്ഷം ആത്മപരിശോധന ചെയ്യാൻ പ്രേരിപ്പിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. MTയുടെ പ്രസംഗത്തെ പ്രത്യേകിച്ച് ഈ സന്ദർഭത്തിൽ സംസ്ഥാനങ്ങളും അതുപോലെ തന്നെ കേന്ദ്ര ഭരണകൂടവും എന്ത് രീതിയിലുള്ള അധികാര പ്രയോഗമാണോ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ സന്ദർഭത്തിൽ വളരെ ഗൗരവത്തോടുകൂടി ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഏത് പൗരനും ആരെയും എന്തിനേയും വിമർശിക്കാനുള്ള അധികാരമുണ്ട്. അവർ പാർട്ടികളെ പറ്റിയുള്ള വീരാരാധനകളും മാധ്യമങ്ങളെക്കുറിച്ചുള്ള വീരാരാധനകളും മറിച്ച് ജാതി മതം ഇതിനെപ്പറ്റിയുള്ള വീരാരാധനകളിൽ പെട്ടുകിടക്കുന്ന ഒരു മണ്ടൻ സമൂഹമാണ് നമ്മൾ. അതിനിടെ MTയുടെ വിമർശനം കേരളം മനസ്സിൽ കണ്ട് തന്നെയാണെന്ന് NE സുധീർ വ്യക്തമാക്കി. രാഷ്ട്രീയം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ആളാണ് MT. പ്രസംഗത്തിന് മുൻപ് തന്നെ എനിക്ക് ചിലത് പറയാനുണ്ടെന്ന് MT പറഞ്ഞിരുന്നുവെന്നും സുധീർ വ്യക്തമാക്കി. ധാരണയില്ലാതെ ഒരു വാക്ക് പോലും ഒരു ചുണ്ടിന്റെ ചലനം പോലും ആലോചിക്കാതെ ചെയ്യുന്ന ആളല്ല MT. അപ്പോൾ അത് അദ്ദേഹം പറഞ്ഞതാണോ എന്നൊക്കെ സംശയിക്കുന്ന ഒരു സമൂഹം എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സങ്കടം തോന്നുന്നത്. ഏത് രീതിയിലാണ് കേരളീയ സമൂഹം അവരവർക്ക് അനുകൂലമല്ലാതെ വരുന്ന കാര്യങ്ങളെ കാണുന്നത്? ആ കാഴ്ചപ്പാടിലുള്ള പ്രശ്നം വളരെ വലുതായിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ട മറ്റൊരു കാര്യം കൂടിയാണ്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.